നമസ്കാരം. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു തുരങ്കപാത ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ തുരങ്കത്തിന് ചില പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട്. അതിർത്തിയിലെ പ്രതിരോധ നീക്കത്തിനും ടൂറിസത്തിനുമൊക്കെ ഒരുപോലെ മുതൽക്കൂട്ടാക്കുന്ന തന്ത്രപ്രധാനമായ തുരങ്കപാത കൂടിയാണിത്. അതെ, പറഞ്ഞു വരുന്നത് സേനാമാർഗ് തുരങ്കം അഥവാ ZMOR തുരങ്കം. അതിനെക്കുറിച്ച് തന്നെയാണ്. ഭീകരവാദികൾ തകർക്കാൻ ലക്ഷ്യമിട്ട കശ്മീർ താഴ്വരയിലെ ഇന്ത്യയുടെ ഒരു അഭിമാന പദ്ധതി കൂടിയാണിത്. എന്തായാലും ഈ പാതയ്ക്കായുള്ള കാത്തിരിപ്പിന് ഒരു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഈ കാത്തിരിപ്പിന് ശേഷം ഗന്ദർബാൽ ജില്ലയിലെ ഗഗൻഗിറിനെയും സേനാമാർഗിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള തുരങ്കപാത യാഥാർത്ഥ്യമായതോടെ കശ്മീരിന് സ്വന്തമായത് സുരക്ഷിത യാത്രയുടെ പുതിയ വേഗം കൂടിയാണ്. ടൂറിസം മേഖലയ്ക്ക് മാത്രമല്ല, രാജ്യസുരക്ഷയ്ക്കും ഏറെ മുതൽക്കൂട്ടാണ് ഈ തുരങ്കം. പാകിസ്ഥാനും ചൈനയും നിരന്തരം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക വിന്യാസത്തിനുള്ള മുഖ്യ ഇടനാഴിയായി ഇനി ഈ പാത മാറും. സാധാരണ മഞ്ഞുവീഴ്ചയുണ്ടാകുമ്പോൾ ലഡാക്ക് മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് പലപ്പോഴും സൈനിക നീക്കങ്ങൾക്കുമൊക്കെ തടസ്സം സൃഷ്ടിച്ചു. ഇത്തരം സാഹചര്യങ്ങളിലും ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമ്പോഴും വ്യോമസേന വിമാനങ്ങളിലാണ് സൈനികരെയും മറ്റ് സന്നാഹങ്ങളെയും അതിർത്തിയിലേക്ക് എത്തിക്കുന്നത്. ഇതിന് പണച്ചിലവ് ഏറെയാണ്. എന്നാൽ ഈ തുരങ്കം സജ്ജമായതോടെ ഇത്തരം പാഴ്ചെലവുകൾ കുറച്ച് കൂടുതൽ സൈനികരെ വളരെ വേഗത്തിൽ അതിർത്തിയിലേക്ക് വിന്യസിക്കാൻ സാധിക്കും. പ്രതികൂല കാലാവസ്ഥകളിൽ പോലും ഇനി സഞ്ചാരം തടസ്സപ്പെടില്ല. അതുകൊണ്ട് തന്നെ പുതിയ തുരങ്കം ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തുരങ്കത്തെ ലക്ഷ്യം വെച്ച് നടന്ന തീവ്രവാദ ആക്രമണവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. തുരങ്ക നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായ 7 പേർ അന്ന് കൊല്ലപ്പെട്ടു. ആക്കോ ഇൻഫ്രാടെക് എന്ന കമ്പനിയുടെ ഭാഗമായ 6 തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് അന്ന് ഭീകരരുടെ തോക്കിന് ഇരയായത്. കശ്മീരിലെ ഒരു വൻകിട പ്രൊജക്ടിന് നേരെയുണ്ടാകുന്ന ആദ്യത്തെ ഭീകരാക്രമണം കൂടിയായി അത് മാറി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് പാകിസ്ഥാൻ ആസ്ഥാനമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് അക്ഷരം സെഡിന്റെ ആകൃതിയിലായിരുന്നു നേരത്തെ ഇവിടെയുള്ള റോഡ്. മോർ എന്ന വാക്കിന് ഹിന്ദിയിൽ വളവ് എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ZMOR തുരങ്കം എന്ന പേര് ഇതിന് വന്നത്. 2012 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഇത്തരമൊരു തുരങ്കപാതയ്ക്കുള്ള പദ്ധതി തയ്യാറാക്കിയത്. അന്നത്തെ കേന്ദ്ര ഗതാഗത മന്ത്രി CP ജോഷിയാണ് തുരങ്കത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രാഹുൽ ഗാന്ധിയും അന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പിന്നീട് 2015 നിർമ്മാണം തുടങ്ങി. കഠിനമായ കാലാവസ്ഥയും ദുർഘടമായ ഹിമാലയൻ ഭൂപ്രകൃതിയും കരാർ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാരണങ്ങൾ നിർമ്മാണം നീണ്ടുപോകാനും കാരണമായി. ഒടുവിൽ ഒരു പതിറ്റാണ്ടോളം എടുത്തു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ഈ തുരങ്കപാത പൂർത്തിയാക്കാൻ. അതേസമയം തുരങ്കപാതയുടെ ഉദ്ഘാടനം വൈകിയതിൽ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. കോൺഗ്രസ് സർക്കാർ പദ്ധതി ആരംഭിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തപ്പോൾ BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഉദ്ഘാടനം ചെയ്യാൻ കൂടുതൽ സമയം എടുത്തെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് രവീന്ദർ ശർമ്മയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയും CP ജോഷിയും പങ്കെടുത്ത തുരങ്കം ശിലാസ്ഥാപനം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക X അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് പദ്ധതി ആരംഭിക്കാറേയുള്ളൂ, ഒന്നും പൂർത്തിയാക്കാറില്ലെന്ന് പറഞ്ഞ മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ കവിന്ദർ ഗുപ്ത ഇതിന് മറുപടി നൽകി. രാജ്യത്തിന് ഏറെ നിർണായകമായ സോജില തുരങ്ക പദ്ധതിയുടെ ഭാഗമാണ് സോനാമാർഗ് തുരങ്കപാതയും. 13.2 കിലോമീറ്റർ നീളത്തിലുള്ള സോജില പാതയുടെ നിർമ്മാണം 2028 പൂർത്തിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവ രണ്ടും ബന്ധിപ്പിക്കുന്നതോടെ കശ്മീരിന്റെ വികസനം പുതിയ തലത്തിലേക്ക് തന്നെ വരും. ശ്രീനഗറിൽ നിന്ന് ലഡാക്കിലേക്കുള്ള ദൂരം കുറയും. അതിർത്തിയിൽ ശത്രു രാജ്യങ്ങൾ നിരന്തരമായി ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടന്ന് കശ്മീരിന്റെ
സുരക്ഷിതത്വം ഉറപ്പിക്കാനുമാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്കത്തിന് 6.5 കിലോമീറ്ററാണ് ദൂരം. ഇത്രയും ദൂരം പിന്നിടാനായി വേണ്ടത് 15 മിനിറ്റ് മാത്രമാണ്. ദുർഘടമായ പഴയ റോഡിലൂടെ മണിക്കൂറുകളോളം എടുത്ത യാത്രയാണ് 15 മിനിറ്റിലേക്ക് ചുരുങ്ങുന്നത് എന്നോർക്കണം. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ 1000 വാഹനങ്ങൾക്ക് വരെ ഇതിനുള്ളിലൂടെ കടന്നു പോകാൻ കഴിയും. 2 വരി തുരങ്കപാതയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തിൽ രക്ഷപ്പെടാനായി 7.5 മീറ്റർ വീതിയുള്ള സമാന്തര പാതയുണ്ട്. ദുർബലമായ ഹിമാലയൻ മേഖലയിലെ വെല്ലുവിളികൾ കണക്കിലെടുത്ത് ആധുനിക ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് തുരങ്കം നിർമ്മിച്ചത്. ഇതിന്റെ നിർമ്മാണത്തിനായി ആകെ ചെലവായ തുകയാണെങ്കിൽ 2700 കോടി രൂപയാണ്. മഞ്ഞിൽ കുളിച്ച ജമ്മു കാശ്മീർ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് സോനാമാർഗ്. രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്ന്. എന്നാൽ നിലവിലുള്ള റോഡ് മാർഗം ഇവിടേക്കുള്ള യാത്ര മിക്കപ്പോഴും ഹിമപാതവും മണ്ണിടിച്ചിലും മൂലം ദുസ്സഹമായിരുന്നു. മഞ്ഞുകാലത്ത് ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് പല മാസങ്ങളിലും റോഡ് അടക്കും. ഇങ്ങനെ വലിയ പ്രതിസന്ധി നേരിട്ട കശ്മീരിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതാണ് പുതിയ തുരങ്കം. ലഡാക്കിലേക്ക് ഏതു കാലാവസ്ഥയിലും യാത്ര സാധ്യമാകും എന്നത് തന്നെയാണ് പുതിയ തുരങ്കപാതയുടെ പ്രധാന പ്രത്യേകത. യാത്ര പാതി വഴിയിൽ മുടങ്ങുമോ എന്ന് പേടിക്കാതെ സഞ്ചാരികൾക്ക് ഇനി വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സോനാമാർഗിലേക്ക് എത്താൻ സാധിക്കും. തടസ്സമൊന്നുമില്ലാതെ തിരിച്ചും പോകാം. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നതോടെ സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. കൂടുതലും ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്ന പ്രദേശവാസികൾക്ക് സാമ്പത്തികമായും ഇത് വലിയ നേട്ടം തന്നെയാകും. നന്ദി.